തിരുവനന്തപുരത്തിന് സമാനമായ മറ്റൊരു നീക്കം പത്തനംതിട്ടയിൽ നടന്നു. വീണ ജോർജ് പങ്കെടുത്ത പത്തനംതിട്ട ടൗൺ ഹാളിലെ പരിപാടിയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. പ്രതിഷേധവുമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയെ കൂകി വിളിച്ചു. LDF പ്രവർത്തകർ പ്രതിരോധിച്ചതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുന്നു എന്നതാണ് സാഹചര്യം. ശശിനാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും. ശശിനാരായണൻ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവിടെ സംഭവിച്ചത്? സജിത്തെ, മന്ത്രി വീണ ജോർജ് പങ്കെടുത്ത പരിപാടിയിലാണ് ഇത്തരമൊരു കോൺഗ്രസും അതുപോലെ തന്നെ CPM പ്രവർത്തകരും തമ്മിലൊക്കെ ഏറ്റുമുട്ടുന്ന ഒരു വക്കിലേക്ക് എത്തിയത്. അത് പ്രധാനമായും LDF പ്രവർത്തകരുണ്ട്. പക്ഷെ പ്രധാനമായും വികസന പ്രവർത്തനങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒപ്പം ഈ ആശുപത്രിയിലെ ഈ ഭണ്ഡാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സാപ്പിഴവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ഈ ടൗൺ ഹാളിൽ പരിപാടി നടന്ന സ്ഥലത്തേക്ക് എത്തിയത്. തുടർന്ന് LDF പ്രവർത്തകർ തടയാൻ ശ്രമിച്ചു. മന്ത്രിയും ഒപ്പം ഈ മന്ത്രിക്കെതിരെ പ്രവർത്തകർ കൂവി വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാലും പോലീസും സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റവും ഒന്നും തള്ളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ മറ്റ് സംഘർഷങ്ങളോ കാര്യങ്ങളോ ഇപ്പൊ ഇല്ലെങ്കിൽ തന്നെ ഈ പ്രതിഷേധക്കാർ ഈ ഹാളിനുള്ളിലേക്ക് കയറി മന്ത്രിയെ കൂവി വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും പറയുന്ന നടക്കാത്ത പദ്ധതികളെ കുറിച്ച്, അതായത് പത്തനംതിട്ടയിൽ നടക്കാത്ത പദ്ധതികളെ കുറിച്ചുള്ള കാര്യങ്ങൾ നടത്തിയെന്ന് വരുത്തി ചേർത്ത് ഉദ്ഘാടന മാമാകം നടത്തുന്നു. ഒപ്പം ഈ സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവുകൾ, ഇത്തരം കാര്യങ്ങളിലെല്ലാം ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് മന്ത്രിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഗുരുതരമായ വീഴ്ചയാണ്. അതിനെതിരെയാണ് തങ്ങൾ പ്രതിഷേധിക്കുന്നതാണ് കോൺഗ്രസ് വ്യക്തമാക്കിയത്. അതേസമയം സ്വകാര്യ ആശുപത്രിയിൽ നടന്ന ചികിത്സാ പിഴവിനെ കുറിച്ച് കോൺഗ്രസോ മറ്റാരെങ്കിലോ ഇതുവരെ പ്രതിഷേധം നടത്തിയിട്ടുണ്ടോ? കൃത്യമായ നടപടി ഭണ്ഡാരം മെഡിക്കൽ കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. തന്റെ വീട്ടിൽ അതേ വസതിയിൽ കൊണ്ട് വീട്ടുവെച്ച കാര്യങ്ങളടക്കം കോൺഗ്രസ് പ്രവർത്തകർ ചെയ്യുമ്പോൾ സ്വകാര്യ മേഖലയിൽ നടത്തുന്ന കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം നടത്താൻ തയ്യാറായിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി മന്ത്രി ചോദിക്കുന്നു. ഒപ്പം രണ്ട് ഭാഗം തമ്മിൽ വാക്കേറ്റമുണ്ട്. പോലീസ് ഈ കാര്യത്തിൽ കൃത്യമായ രണ്ട് വിഭാഗത്തെയും അവിടെ നിന്നും മാറ്റാനുള്ള നടപടികളും നടന്നു വരികയാണ്. പത്തനംതിട്ടയിലും പ്രതിഷേധമാണ് ഉണ്ടായത്. വീണ ജോർജ് അതിശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരുന്നതാണ് സാഹചര്യം. ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ കോൺഗ്രസിനെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും രൂക്ഷമായി വിമർശിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് ഭയമാണ്. വസതിയിലേക്ക് നടത്തിയ പ്രതിഷേധം സതീശൻ പറഞ്ഞിട്ടെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ഇത് കേരളം കേൾക്കട്ടെ, ഇത് കേരളം കേൾക്കണം എന്നുള്ളതാണ്. ഇത് VD സതീശന്റെ നേതൃത്വത്തിൽ നടന്ന അതിക്രമമാണ്. VD സതീശന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ആക്രമണമാണ്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഈ അതിക്രമം നടത്തുന്നത്? അതായത് അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ദയനീയമായ പരാജയം കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള ബോധ്യം അത് അവരോട് ആദ്യം പറഞ്ഞത് കനകോലുവാണ്. കനകോലു പറഞ്ഞിരിക്കുന്നു, സർക്കാരിനെതിരെയുള്ള ഒരു വികാരമില്ല, ഒരു സർക്കാർ വിരുദ്ധ വികാരമില്ല എന്ന് അവരുടെ തന്നെ ഉപദേഷ്ടാവ് അവരോട് പറഞ്ഞിരിക്കുന്നു. അപ്പോ ഏത് വിധേനയും നീചമായ മാർഗങ്ങളിലൂടെ അതിക്രമം നടത്തി എങ്ങനെയും മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺഗ്രസിന്റെ ഹീനമായിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ പറയട്ടെ, അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന വീടും എനിക്കുമെതിരെ നടന്ന ഒരു ആക്രമണം അത് എന്തിനു വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ? ഇതാണ് വീണ ജോർജ് ചോദിക്കുന്ന ചോദ്യം. എന്തുകൊണ്ട് തനിക്കെതിരെ മാത്രം പ്രതിഷേധമെന്ന ചോദ്യമാണ്. മന്ത്രിയുടെ വീട്ടിൽ ചാടിക്കയറി റീത്ത് വയ്ക്കുന്നത് അത്യന്തം ഗൗരവതരമായ സംഭവമെന്ന് മന്ത്രി V ശിവൻകുട്ടിയും പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് അറിഞ്ഞുകൊണ്ട് നടത്തിയ സമരമാണിത്. ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. യൂത്ത് കോൺഗ്രസിന്റെ വിരട്ട് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലതെന്നും മന്ത്രി പറയുന്നു. ഒരു മന്ത്രിയുടെ വീട്ടിനകത്ത് ചാടിക്കയറി മന്ത്രിയുടെ റീത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്യന്തം ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. ഇത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള സമരമാണ്. യൂത്ത് കോൺഗ്രസുകാർ അങ്ങനെയൊന്നും ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമരമാർഗം സ്വീകരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഒറ്റപ്പെടുത്തി വിരട്ടാനൊന്നും നോക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള വിരട്ടിലൊന്നും പുറകോട്ട് പോകുന്നവരല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ മന്ത്രിമാരും. ആരോഗ്യരംഗത്ത് പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നം ചർച്ച ചെയ്യാം. ഒരു പുകമുറ സൃഷ്ടിക്കാൻ ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരു പുകമുറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ഈ വിരട്ട് സമരമൊന്നും അത് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലതെന്നുള്ള കാര്യമാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. എന്തായാലും ഈ സമരത്തെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമാണ്. ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകും. പക്ഷേ അതിര് കടന്ന പ്രതിഷേധങ്ങളുണ്ടെങ്കിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തായാലും ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടത് സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും ഒക്കെ തന്നെയാണ് എന്നൊരു സാഹചര്യമുണ്ട്. പ്രതിഷേധം ജനാധിപത്യ ലോകത്ത്, ജനാധിപത്യ സമൂഹത്തിൽ സാധാരണയാണ് എന്ന കാര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.